Hi, Namaste, welcome back to my channel WinTrader. Consistent profit trading ലോഡ് എല്ലാവരുടെയും സ്വപ്നമാണ്. 90% ആളുകളും ട്രേഡിങ്ങിൽ ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 10% മാത്രമേ ആളുകൾക്ക് സക്സസ് എന്നുള്ളത്, അതായത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് ഉണ്ടായി വരാറുള്ളൂ. അപ്പം മാർക്കറ്റ് ഇപ്പോൾ ട്രെൻഡി പോകുന്ന മാർക്കറ്റാണെങ്കിൽ നമുക്ക് നമുക്കൊരു എൻട്രിയും കിട്ടും, എക്സിറ്റും കിട്ടും. അത് റിവേഴ്സ് പോയിന്റ് കറക്റ്റായിട്ട് അറിഞ്ഞ് നമുക്ക് ആക്ച്വലി നല്ല പ്രോഫിറ്റിലേക്ക് നേടാൻ കഴിയും. പക്ഷേ സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കണം. സാധാരണ ട്രേഡിങ്ങിൽ എല്ലാവരും ഇപ്പോൾ ഏത് ട്രേഡിംഗ് ആയിക്കോട്ടെ, ഓപ്ഷൻ ട്രേഡിംഗ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ട്രേഡിംഗ് ആയിക്കോട്ടെ, അതേപോലെ കമ്മോഡിറ്റി ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ്, കംപ്ലീറ്റ് ഏത് ട്രേഡിംഗ് മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് പോകുമ്പോൾ നമുക്ക് ലിമിറ്റായി പോവുകയും ചെയ്യും. ലോസിലേക്ക് പോകുമ്പോൾ കണ്ടമാനം ലോസ് ആയിട്ട്, അതായത് ഒരു കൺസിസ്റ്റൻറ്റ് നമ്മൾ ഇപ്പോൾ ഒരു ദിവസം എടുത്ത പ്രോഫിറ്റ് മുഴുവൻ പിറ്റേ ദിവസം ഫുള്ള് ലോസിൽ കളഞ്ഞ് അതിൽ ഡബിളായി ലോസായിട്ട് പോകും. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് കിട്ടില്ല. നമുക്ക് ആക്ച്വലി ഒരു 20,000 സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് 20-30 ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആ ക്യാപിറ്റൽ പോലും നഷ്ടപ്പെട്ട് ട്രേഡിങ്ങിൽ വരെ ക്വിറ്റാകേണ്ട അവസ്ഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ, അതായത് ഗ്യാപ്പിൽ ഓപ്പൺ ആവുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ട്രേഡിംഗ് ലോസ് ഉണ്ടായിട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലത്തെ മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യാമെന്നുള്ളത് ഇന്നലത്തെ മാർക്കറ്റും ഇന്നത്തെ മാർക്കറ്റിനോട് കമ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു നിഫ്റ്റിയിൽ ഓപ്പൺ ആയത്, അതേപോലെ ഇന്ന് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നല്ല രീതിയിൽ അപ് ട്രെൻഡ് കയറി. ഇന്നലെ മാർക്കറ്റ് സെല്ലായിരുന്നു. ഗ്യാപ്പിലാണെങ്കിലും മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോർഷൻസ് നമുക്ക് ഇന്നലെ പിടിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് എവിടെ നിന്നാണ് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചത്. എക്സാമ്പിൾ പറയാൻ കാരണം ചാർട്ട് അനാലിസിസ് വഴി എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഏത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലും ഗ്യാപ്പ് ഡൗണിലും കൺസോൾട്ടേഷൻ ട്രെൻഡി മാർക്കറ്റൊക്കെ ഏത് മാർക്കറ്റിലായിക്കോട്ടെ എങ്ങനെ സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങളൊരു ലൈവ് ഡെമോ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനായിട്ട് അറ്റൻഡ് ചെയ്യൂ. എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ലൈവ് സെക്ഷനിലൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൻ്റെ നമ്പറിലോട്ട് 8139039994 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡീറ്റെയിൽസും, നമ്മുടെ നമ്പറും വെബ്സൈറ്റും ഡീറ്റെയിൽസും, കംപ്ലീറ്റ് ഡീറ്റെയിൽസും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലേറ്റസ്റ്റ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സോഫ്റ്റ്വെയറിൽ ലേറ്റസ്റ്റ് സ്ട്രാറ്റജി 8.1 ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ഒരുപാട് വെർഷൻസ് ഉണ്ട്. ഒരുപാട് വെർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ഫസ്റ്റ് തൊട്ട് നമുക്ക് ടോട്ടൽ 8 വെർഷൻ വരെ നമുക്കുണ്ട്. അതേപോലെ 2 സ്കാനറും സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കൂടുതൽ നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന രീതി പറഞ്ഞു തരാം. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ ബൈ സിഗ്നൽ 9:20 വന്നതാണ്. എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് 3 എണ്ണം. ഏറ്റവും താഴെ 3 ടാർഗറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ 40.3 ടാർഗറ്റാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുക. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണോ, സെക്കൻഡിൽ എക്സിറ്റ് ചെയ്യണോ, തേർഡിൽ എക്സിറ്റ് ചെയ്യണോ, സോഫ്റ്റ്വെയർ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ എല്ലാ സിഗ്നൽസും കൺഫേം ആവില്ല. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഈ സിഗ്നൽസ് തരുമ്പോൾ അത് കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം എൻട്രി ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ സിഗ്നൽസ് വന്നാൽ ഇതേപോലെ സൗണ്ട് എഫക്റ്റോടുകൂടി നിങ്ങൾക്ക് അലേർട്ട് മെസ്സേജ് ആയിട്ട് ഈ ബോക്സിൽ കാണുകയും ചെയ്യും. അതോടൊപ്പം ഇപ്പം നിങ്ങൾക്ക് ഈ നിഫ്റ്റിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിഗ്നൽസ് എവിടെയാണെന്ന് ഡീറ്റെയിൽസ് ഇന്നത് കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം ഈ സിഗ്നൽസ് വരുന്ന അലേർട്ട് കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം ഡീറ്റെയിൽസ് എല്ലാം മുകളിലും താഴെ എഴുതി വരും. അപ്പോൾ സിഗ്നൽസ് കൺഫർമേഷൻ വന്നിട്ട് മാത്രം ചെക്ക് ചെയ്യുക. ക്യാൻഡിൽ കളർ ഗ്രീൻ ആവണം, താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആവണം, പ്രൈസിന് ബൈസ് ഓൺ വരണം. പക്ഷേ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അതാണ് ആക്യുറസി. ഇപ്പോൾ ഇവിടെ നിന്നാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തത്. ആ പോയിന്റിലാണ് 19,647 ആ പോയിന്റിലാണ് ബ്രേക്ക് ഔട്ട് പോയത്. അപ്പോൾ ഞാൻ 600 കോൾ ഓപ്ഷൻ അറ്റ് ദ മണി പ്രകാരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇൻ ദ മണിയിലേക്ക് കോൾ ഓപ്ഷൻ 19,400 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറ്റ് ദ മണി ആ സമയത്ത് റേറ്റിൻ്റെ റൗണ്ട് ഫിഗർ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് 600. അതേപോലെ ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർജിൻ അനുസരിച്ച് 100 200 പോയിന്റ്സ് പിന്നിലേക്ക് എടുക്കാം. അത് നമ്മുടെ കയ്യിൽ എത്ര മാർജിൻ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുത്തു പോവുക. അതിൽ ഇൻ ദ മണി തന്നെ എടുക്കണം നിർബന്ധമില്ല. അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി വേണമെങ്കിൽ നമുക്ക് ആക്ച്വലി ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ ടാർഗറ്റ് കൊടുക്കേണ്ട കുറച്ച് ലോസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് കൊടുത്ത് ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ ദ മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള ടാർഗറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തരുന്നുണ്ട്. അപ്പോൾ പ്രീമിയം ചാർട്ട് ഇതിനകത്ത് അവൈലബിൾ ആണ്.
അപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറുന്നത് കോൾ ഓപ്ഷൻ നമുക്ക് ആ റേറ്റിനനുസരിച്ച് ഞാൻ അറ്റ് ദ മണിയിൽ പിക്ക് ചെയ്ത് 19,600 ആണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ആ സമയത്ത് ബൈസിക്കിൾ വന്നിരുന്നു. ബൈ കൺഫേംഡ് ആയി റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ആ സമയത്ത് 87-ൽ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടെ നേരെ കയറിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 65 പോയിൻറ്റ്സോളം അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പം മോർണിംഗിൽ പിക്ക് ചെയ്യാത്തവർക്ക് രണ്ടാമത് റെസിസ്റ്റൻസ് അപ്രോക്സിമേറ്റ് ഒരു 12 മണി കഴിഞ്ഞ ശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് 99-ൽ പോയത് നേരെ കയറിയത് അപ്രോക്സിമേറ്റ് ആയിട്ട് 159-ലേക്കാണ്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് ബ്രേക്ക് ഔട്ട് തന്നെ നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിരുന്നു നമുക്ക് പിക്ക് ചെയ്യാൻ. അതേപോലെ തന്നെ കോൾ ഓപ്ഷൻ 19,400 ആണെങ്കിലും അതേ ബ്രേക്ക് ഔട്ട് പോയിട്ട് അത് നേരെ പോയിട്ടുണ്ട്. 1241 നിന്ന് നമുക്ക് എൻട്രി തന്നാണ്. അപ്പോൾ നേരെ 93 പോയിൻറ്റ്സോളാണ് ഇന്ന് അപ് ട്രെൻഡിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്നും നമുക്ക് സോഫ്റ്റിൽ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ദ മണി ആണെങ്കിലും അറ്റ് ദ മണി ആണെങ്കിലും ഇന്ന് നല്ലൊരു ട്രെൻഡായിരുന്നു. അപ്പോൾ എക്സാമ്പിൾ ഇന്നലത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നലത്തെ മാർക്കറ്റ് ഇപ്പോൾ പുറകോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഇന്നലെ ഓപ്പൺ ആയത്. പക്ഷേ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആകുമ്പം നമുക്ക് മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് പോയിട്ട് തിരിച്ചിറങ്ങുള്ളൂ. അപ്പോൾ എല്ലാ പോർഷൻസിലും നമുക്ക് ആക്ച്വലി ഡൗണിലേക്ക് തന്നെ ഇറങ്ങണം നിർബന്ധമില്ല. ചിലപ്പോൾ കുറച്ച് തിരിച്ചിറങ്ങിയിട്ട് നമുക്ക് അപ് ട്രെൻഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന, അതായത് നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കണോ ഡിസൈഡ്. ഇപ്പോൾ ഇന്നലെ അപ് ട്രെൻഡിലേക്ക് പോയി, അതേപോലെ നമുക്ക് എൻട്രി എടുക്കണോ വേണ്ടോ നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രി പിക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ നമുക്ക് ലോസിലേക്ക് പോകാം. ഇപ്പോൾ എക്സാമ്പിൾ ഈ സിഗ്നൽസ് വന്നു, കൺഫർമേഷൻ വന്നു, ഇവിടെ എടുത്തിരുന്നെങ്കിൽ ആദ്യം ഇവിടെ ഇത്രയും കയറുന്നവന് ഇവിടെ SL ഹിറ്റ് ആവും നമുക്ക് കറക്റ്റായിട്ട്. അപ്പോൾ അപ് ട്രെൻഡിലേക്ക് പോകും. അപ്പം കറക്റ്റായിട്ട് പിക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഔട്ട് പോകുന്നത്, അതായത് ഗ്യാപ്പ് ഡൗണിൽ ഇറങ്ങുമ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അത് ചില പോർഷൻസിൽ അത് പുൾ ബാക്ക് പോയിട്ട് തിരിച്ചു പോകുള്ളൂ. അപ്പോൾ അത് ആ ട്രെൻഡ് ലൈൻ വൈസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെല്ല് വന്നിട്ട് തിരിച്ച് കയറിയിട്ട് കുറേ നേരം സൈഡ് വൈസ് തങ്ങിയിട്ട് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് പോയിരിക്കുന്നത് ഇവിടെ നിന്നാണ് സപ്പോർട്ട് പൊട്ടിയത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കൊരു സെല്ല് 19,580 ആ സമയത്ത് 500-ൻ്റെയോ 600 700-ൻ്റെ പുട്ട് എടുക്കാവുന്നതായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അപ് ട്രെൻഡ് ആ സമയത്ത് പോയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്യാം. നിഫ്റ്റിയുടെ വീക്ക്ലി പുട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം. അത് ആ സമയത്ത് റേറ്റ് ഏതാണോ 19,800 ആണ്, 800 700 ആണ്, 700 ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്താൽ മതി. അത് റൈറ്റ് ക്ലിക്ക് ചാർട്ട് വിൻഡോ 5 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. ടെംപ്ലേറ്റിൽ 8.1 ഓപ്ഷൻസ് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗ്യാപ്പിൽ ഓപ്പൺ ആയതിനു ശേഷം തിരിച്ച് ബൈ ട്രെൻഡ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സിഗ്നൽസ് ബ്രേക്ക് ചെയ്ത പോർഷൻ തന്നെയാണ് ഇവിടെ ബൈ തന്നിരിക്കുന്നത്. അപ്പോൾ 184 നിന്ന് നേരെ കയറിയിട്ടുണ്ട് 216 വരെ. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് സെക്ഷൻ തന്നെ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രി പിക്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഏത് മാർക്കറ്റ് ആണെങ്കിലും സഹായിക്കും. നമ്മുടെ സോഫ്റ്റ്വെയറിലത്തൊരു എൻട്രിയും എക്സിറ്റും അത് എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കണം നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും. അത് പറയാൻ കാരണം ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ്, നല്ല ഫുൾ ഡേ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സൈഡ് വേസ് പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് വരുമ്പോൾ ലിമിറ്റ് ചെയ്യാതെ നമുക്ക് ആക്ച്വലി ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. അത് പറയാൻ കാരണം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഗ്രീൻ കളറാണ് തരുന്നതെങ്കിൽ അതൊരു അപ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ഗ്രീൻ കളർ, ഇപ്പോൾ 3 ടാർഗറ്റ് അടിച്ചിട്ടും മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ ചേഞ്ചായി കളർ ചേഞ്ച് വരുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം പോർഷൻ. അപ്പോൾ ഇത് 3 ടാർഗറ്റ് അടിച്ചിട്ട് കറക്റ്റായിട്ട് ആ പോർഷനിൽ തന്നെ എക്സിറ്റ് ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതേപോലെ കളർ ചേഞ്ച് തരികയാണെങ്കിൽ, എക്സ്ട്രാ കളർ തരികയാണെങ്കിൽ അവിടെ കട്ട് ചെയ്ത് വിടാം. ഇപ്പോൾ ഇതിന് വീക്ക്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പാസ് പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം, ഇപ്പോൾ 5 ദിവസത്തിലെ ട്രേഡ് 3 ദിവസം നല്ലൊരു അപ് ട്രെൻഡ്, നല്ല വൺ സൈഡ് മൊമെൻറ്റ് പോകാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെയും പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഇന്നലത്തെയും പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ മാർക്കറ്റ് നല്ല അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ മാർക്കറ്റിൽ കറക്റ്റ് ഒരു ഇൻഡിഫിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് പോകുമ്പോൾ ഫേക്ക് ഡൗൺ ആണോ അത് തിരിച്ചു കയറാൻ ചാൻസ് ഉള്ള സിഗ്നൽസ് ആണോ എന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ ചാർട്ട് അനാലിസിസിനേക്കാളും നമ്മുടെ സോഫ്റ്റ്വെയറിൽ വളരെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫേക്കായിട്ട്, അതായത് കുറച്ച് ഡൗൺ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു പോകുന്ന സിറ്റുവേഷൻസിൽ അവിടെ ഒരു ചെറിയൊരു ഡൗണിഷൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു സെല്ലെടുത്ത് തരത്തില്ല. അവിടെ തിരിച്ചു കയറാൻ സാധ്യതയുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് അവിടെ ഇൻഡിഫിക്കേഷൻ കാണിക്കും, പിന്നെ തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബൈ സെല്ലിലേക്ക് മാറത്തില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രെൻഡുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് 1 ഒക്ടോബർ തൊട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം 29th ഇപ്പോൾ ഇത് ഈ ഞാൻ താഴെ ഓപ്പൺ ചെയ്ത് 28th നല്ലൊരു പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. 29th വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഈ 3rd ഒക്ടോബറിലെ മാർക്കറ്റ് രാവിലെ ട്രെൻഡ് കിട്ടിയില്ലാണ്ട് പിന്നെ ട്രെൻഡ് ഇല്ലായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞത്തെ മാർക്കറ്റ് 3 ഒക്ടോബറിൽ അതിലും നല്ലൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ മാർക്കറ്റിൽ അതിലും നല്ലൊരു ട്രെൻഡ് നമുക്ക് മോർണിംഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചത്തിൽ നല്ലൊരു ട്രെൻഡ് തന്നെ നമ്മുടെ സോഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് റിവേഴ്സ് പോകാൻ സാധ്യതയുള്ള പോയിന്റുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു പോയിന്റിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ബാക്കപ്പ് ഡേറ്റയും ഞാൻ കാണിച്ചു, ഇന്നത്തെ പെർഫോമൻസും കാണിച്ചു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഞാൻ ഗൈഡ് ചെയ്ത് തരാം. നിങ്ങളുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ട്രേഡിങ്ങിലൂടെ നേടാനായിട്ട്, അതും ഓപ്ഷൻസിലൂടെ ഒരു പ്രയാസവുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഒരു ഡെമോ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്തിട്ട് മാത്രം വിശ്വസിച്ചാൽ മതിയാവും. താങ്ക് യു ഫോർ വാച്ചിങ് ന്യൂസ്. താങ്ക് യു വെരി മച്ച്.